ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. എന്തൊക്കെ വിശേഷം? അപ്പം ഇന്നത്തേത് ഇതാ ഒരു വ്ളോഗ് തന്നെയാണ് കേട്ടോ. നമ്മൾ രാവിലെ മുതൽ ഉച്ചവരെയുള്ള കുറച്ചധികം വിശേഷങ്ങൾ, കാര്യങ്ങൾ, റെസിപ്പീസ് ഒക്കെ കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വ്ളോഗ് തന്നെയാണ്. അപ്പം എപ്പോഴും പറയുന്ന പോലെ തന്നെ വീഡിയോ എല്ലാവരും ഒഴിവിനായിട്ട് നിന്ന് കണ്ടുവെക്കുക. പുതിയതായിട്ട് വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം. അപ്പം എല്ലാ ദിവസത്തെയും പോലെ തന്നെ നമ്മൾ രാവിലത്തെ കുറേ തിരക്കുകൾ, കാര്യങ്ങൾ ഒക്കെ കഴിഞ്ഞതിന് ശേഷമായിട്ടാണ് വീഡിയോ എടുത്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ഇതാ പതിവ് പോലെ നമ്മളെ വെള്ളമൊക്കെ നല്ലോണം തളിച്ച് വരുന്നുണ്ട്. അപ്പം അതിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ എടുത്ത് അരിയൊക്കെ നല്ലോണം കഴുകി ഇനിയിപ്പോൾ ആ ചോറിൻ്റെ പരിപാടികളൊക്കെ അങ്ങ് നോക്കാൻ കേട്ടോ. ചോറൊക്കെ റെഡിയാക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ള ഐറ്റംസും അടുപ്പത്തുനിന്ന് അങ്ങനെ വേഗത്തിൽ റെഡിയാക്കി എടുക്കല. ഇന്നലെ അതാ അമ്മ കുറച്ചധികം നെല്ലിക്ക കൊണ്ടുവന്നിട്ടുണ്ടായിന്. അപ്പം അതിങ്ങനെ ഉപ്പിലിടാൻ വേണ്ടിയിട്ട് അതിൻ്റെ പരിപാടികൾ നോക്കുക. അപ്പം ചിലതൊക്കെ ഇങ്ങനെ കേടുള്ളതൊക്കെ ഉണ്ട്, അതൊക്കെ ഇങ്ങനെ മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളതൊക്കെ നല്ലോണം കഴുകിയൊക്കെ വൃത്തിയാക്കി എടുക്കുക. ഇപ്പം ഉപ്പിലിട്ടതും ഒക്കെ ഇപ്പം മഴക്കാലമൊക്കെ ആകുമ്പോൾ എന്തൊക്കെ റെഡിയാക്കി വെച്ചാലും വേഗത്തിൽ അങ്ങ് തീരുമല്ലോ. അപ്പം അതുകൊണ്ട് ഇത് ഉപ്പിലിടാനുള്ള പരിപാടികൾ നോക്കുക. അപ്പം നല്ലോണം കഴുകിയൊന്ന് വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. നല്ലോണം കഴുകിയതിന് ശേഷം ഒന്ന് ചൂടാൻ വേണ്ടിയിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് ചൂടായി തിളക്കേണ്ട ആവശ്യമൊന്നുമില്ല, ചെറുതായിട്ടൊക്കെ ഒന്ന് ചൂടായി വന്നാൽ മതി. നമ്മൾ എടുത്ത സമയത്ത് നെല്ലിക്ക ചെറുതായിട്ടൊന്ന് തളിച്ചിട്ടുണ്ട് കേട്ടോ. അത്രക്കൊന്നും ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് വാടിയാൽ മതി. അങ്ങനെ അതിൻ്റെ ഒരു വെള്ളവും പിന്നെ നെല്ലിക്കയും ഒക്കെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അന്ന് ചൂടാറിയതിൻ്റെ ശേഷമാണല്ലോ നമ്മൾ ഉപ്പിലിടാൻ വേണ്ടിയിട്ട് നോക്കുക. ആ ഒരു വെള്ളം തന്നെയാണ് കേട്ടോ നമ്മൾ ഉപ്പിലിടുന്ന സമയത്ത് എടുക്കലും. അങ്ങനെ അതവിടെ വെച്ചിട്ട് ഇപ്പം നേരെ ചെമ്മീൻ്റെ പരിപാടികൾ നോക്കുക. ഇന്നലെ കുറച്ചധികം ചെമ്മീൻ അങ്ങനെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ ഒന്ന് ക്ലീനാക്കി എടുക്കുക. ചെമ്മീൻ ക്ലീനിങ് എന്ന് പറഞ്ഞാൽ കുറച്ച് സമയം എടുക്കുന്നൊരു ടാസ്ക് തന്നെയാണല്ലോ. രാവിലെ തന്നെ നമ്മൾ ഇത് നോക്കിയില്ലെങ്കിൽ പിന്നെ കുറച്ച് വൈകിയാണെങ്കിൽ കുറേ സമയം അങ്ങനെ ഇതിന്മേൽ പോവില്ല. അപ്പം അതുകൊണ്ട് രാവിലെ തന്നെ വേഗത്തിൽ ഇതിൻ്റെ പരിപാടികൾ അങ്ങ് തീർക്കുകയാണ്. നമ്മൾ തോലൊക്കെ കളഞ്ഞ് വരുമ്പോൾ കുറഞ്ഞ അളവിലേ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ കാണുമ്പോൾ കുറേ ഉള്ളതുപോലെ തോന്നിയാലും തോലൊക്കെ കളഞ്ഞ് വരുമ്പോൾ കുറഞ്ഞ അളവിലല്ലേ ഉണ്ടാവുള്ളൂ. അപ്പം കാമ്പിനേക്കാളും കൂടുതലുണ്ടാവൽ തോടായിരിക്കും. അപ്പം ഇത് കുറച്ച് ഫ്രൈ ആക്കുകയും ചെയ്യുക. ബാക്കിയുള്ളത് ഇങ്ങനെ നമ്മൾ മസാലയൊക്കെ റെഡിയാക്കിയിട്ട് സവാളയൊക്കെ ഇട്ട് അങ്ങനെ റെഡിയാക്കി എടുക്കാമെന്ന് കേട്ടോ വിചാരിക്കണേ. ഓരോന്നോരോന്നായിട്ട് അങ്ങനെ ക്ലീനാക്കി എടുക്കുക. ചെമ്മീൻ്റെ ഒരുവിധം പരിപാടികളൊക്കെ അങ്ങ് കഴിഞ്ഞപ്പോൾ ഐബു എനിക്ക് പെയിൻറ്റ് കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതിപ്പം ഓരോ കളർ ഇങ്ങനെ നമ്മൾ ചെറിയൊരു ഇതിൽ വെള്ളം കൂടെ വെച്ചെടുത്താൽ ഓനിങ്ങനെ ഓൻ്റേതായ രീതിയിൽ അങ്ങനെ കൊടുത്തോളൂ കേട്ടോ. ഇപ്പം 2-3 ദിവസമായിട്ട് പഠിച്ചിട്ടുള്ളൊരു കാര്യം. അപ്പം അതുകൊണ്ട് തന്നെ ഇതിനോട് ഭയങ്കര ഒരു ഇഷ്ടമാണ്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പെയിൻറ്റ് ചോദിച്ചിട്ട് അങ്ങനെ എടുപ്പിക്കും. പക്ഷെ നമ്മൾ എത്ര കാണിച്ചു തരാമെന്ന് പറഞ്ഞാലും ഓനക്കത് വല്ലാണ്ടങ്ങ് പറ്റില്ല കേട്ടോ. ഓൻ്റേതായ രീതിയിൽ ചെയ്യുന്നത് തന്നെയാണ് ഓനക്കിഷ്ടം. ഇങ്ങനെ ഒരുപാട് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ കുറേ സമയം ഓൻ്റേതായ ലോകത്തിൽ അങ്ങനെ കളിച്ചോളും. ഓനക്ക് അത്ര ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ആണെങ്കിൽ കേട്ടോ. ബാക്കിയുള്ള എന്ത് സംഗതിയാണെങ്കിലും കുറച്ച് സമയമൊക്കെ അതുമേലെ അങ്ങനെ നിൽക്കുള്ളൂ. പിന്നെ ഓനക്ക് വേഗത്തിൽ അങ്ങനെ മടുത്തിട്ട് നമ്മളടുത്തേക്ക് അങ്ങനെ വരും. ഇതിപ്പം ഒരു പുതുമയുള്ളത് സംഭവമായതുകൊണ്ട് കുറച്ച് സമയമൊക്കെ അതുമേലെ അങ്ങനെ പിടിച്ച് നിന്നിട്ടുണ്ടായിന്. പക്ഷെ പെയിൻറ്റിങ്ങിൻ്റെ പരിപാടിയൊക്കെ കഴിയുമ്പോഴേക്കും അവിടെ മൊത്തത്തിൽ അങ്ങ് വെള്ളവും ഇതൊക്കെ ആയിട്ടുണ്ടാവും. അങ്ങനെ കുറച്ചധികം സമയം ഓന് അവിടെ തന്നെയാണ് കേട്ടോ. നമ്മൾ ആരും വേണമെന്നൊന്നുമില്ല, ഓനക്ക് ഒറ്റയ്ക്ക് തന്നെ ഓൻ്റേതായ ഓരോ കളികളും ഇതൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ട് കുറേ സമയം ഓന് അതിലങ്ങനെ ഇരിക്കേന്. കുറേ സമയം ഇരുന്നൊക്കെ കൊടുത്തപ്പം ഓനക്ക് മടുത്ത് തോന്നുന്നുണ്ട്. പിന്നെ പൊസിഷനൊക്കെ മാറ്റി വേറെ ഏതൊക്കെ രീതിയിലൊക്കെ ഇരുന്ന് അങ്ങനെ കൊടുക്കുന്നുണ്ടായിന്. അതൊക്കെ കഴിഞ്ഞതാ ഇന്നിപ്പം ഡ്രാഗൺ ഫ്രൂട്ട് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഇന്നലെ. അപ്പോൾ അത് വെച്ചിട്ടൊന്ന് ജ്യൂസാക്കി നോക്കാമെന്ന് വിചാരിച്ചു. ഇത് അത്യാവശ്യം മധുരമുള്ളൊരു ഫ്രൂട്ട് ഉണ്ടോ, ചിലത് കുറച്ചൊരു പുളിയൊക്കെ അല്ലേ ഉണ്ടാവുക. ഇത് അത്യാവശ്യം മധുരം ഉണ്ടായി. നമ്മളിങ്ങനെ വെറുതെ കഴിക്കാൻ തന്നെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇതിപ്പോൾ ഒന്ന് ജ്യൂസാക്കി നോക്കാമെന്ന് വിചാരിച്ച്. അപ്പം സുനിത ജ്യൂസിൻ്റെ പരിപാടികളൊക്കെ അങ്ങനെ നോക്കുകയാണ്.
അപ്പോൾ നല്ല കളറുണ്ട്, അതേപോലെ തന്നെ അത്യാവശ്യം മധുരമുണ്ട്. നമ്മൾ വെറുതെ അങ്ങനെ കഴിച്ച് നോക്കിയിട്ടുണ്ടായിന്. നമ്മൾ പാലും പഞ്ചസാരയൊക്കെ വെച്ച് അങ്ങനെ കേട്ടോ ജ്യൂസ് റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ജ്യൂസ് അങ്ങ് റെഡിയായി കഴിഞ്ഞപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച അത്ര ടേസ്റ്റൊന്നും കിട്ടിയില്ല. ഇനി ടേസ്റ്റ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇല്ലേന്ന് ചോദിച്ചാൽ ഇല്ല. ആ ഒരു പരുവത്തിലാട്ടോ കിട്ടിയിട്ടുണ്ടായിന്. ബാക്കിയുള്ള എന്ത് ഐറ്റംസും നമ്മൾ പാലൊക്കെ ഒഴിച്ച് ജ്യൂസ് ആക്കിയാലൊരു വേറെ ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. പക്ഷെ അത്രക്കൊന്നും ടേസ്റ്റ് ഇതങ്ങനെ കിട്ടിയിട്ടില്ല. ഇനി വെറുതെ അങ്ങനെ കഴിക്കാൻ നല്ല രസമുണ്ടായിന് കേട്ടോ. പുളിയൊന്നും ഇല്ലാത്തതുകൊണ്ട് കട്ട് ചെയ്ത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിന്. പിന്നെ പഞ്ചസാരയും ഒക്കെ കുറച്ച് അധികം ഇട്ടിട്ടും നമുക്കൊരു ചെറിയൊരു കുത്തൽ പോലെ എന്തോ ഒരു ടേസ്റ്റ് കുറവുണ്ടായിന്. ഇതിൻ്റെ കളറങ്ങനെ മുന്നിട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ കാണാൻ നല്ല രസമുണ്ടായിന് കേട്ടോ. ഇതാ നമ്മൾ ഗ്ലാസ്സിലൊക്കെ ഒഴിച്ച് എല്ലാവരും അങ്ങനെ ജ്യൂസൊക്കെ കുടിച്ച് അതിൻ്റെ ഇടയിൽ ഐവും അങ്ങോട്ട് വന്നപ്പം ഓനക്ക് അങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിന്. ഓന് കണ്ടപ്പോൾ വേഗത്തിൽ അങ്ങ് വാങ്ങിച്ചിട്ടോ. പിന്നെ കുടിച്ച് തുടങ്ങിയപ്പം വലിയൊരു പ്രതീക്ഷ ഒന്നും ഇല്ലാത്ത പോലെ തിരിച്ചങ്ങോട്ടേക്കന്നെ വെച്ച് ഓൻ്റെ പണി നോക്കി അങ്ങനെ പോയി. ഇനിയിപ്പോൾ ഇതാ നേരത്തെ നമ്മൾ വേവിച്ച് വെച്ചെന്ന് പറഞ്ഞില്ലേ ഞാൻ നെല്ലിക്ക, അത് ഉപ്പിലിടാൻ വേണ്ടിയിട്ട് നോക്കുക. ഇത് പുതിയതായിട്ട് വാങ്ങിച്ചിട്ടുള്ള വരണികളാട്ടോ. നമുക്ക് ഇങ്ങനത്തെ വരണൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നമ്മളങ്ങനെ ഉപ്പിട്ട് വെക്കൽ, അച്ചാറിട്ട് വെക്കൽ, അങ്ങനത്തെ ഐറ്റംസൊക്കെ ഇങ്ങനത്തെ ഭരണിയിലാട്ടോ വെക്കൽ. ഇത് ഇന്നലെ പുതിയതായിട്ട് വാങ്ങിച്ചതാണ്. അപ്പം ഇന്ന് ഉപ്പിലിടണം അതിൽ തന്നെയാണ്. അപ്പോൾ അതാ നെല്ലിക്കൊക്കെ അങ്ങനെ ഇട്ടെടുക്കുന്നുണ്ട്. പിന്നെ പച്ചമുളകില്ല, അതും കുറച്ച് കൂടുതലായിട്ട് അങ്ങനെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. ചീരാമുളക് ഇപ്പം ഇവിടെ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ പച്ചമുളകാട്ടോ ഇടൽ. അല്ലെങ്കിൽ ഇങ്ങനത്തെ ഐറ്റംസിലൊക്കെ എപ്പോഴും ചീരാമുളക് തന്നെ ഉണ്ടോ ഇടൽ. അതാണല്ലോ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവുക. നമ്മൾ ഉപ്പിലിട്ട നെല്ലിക്ക കഴിക്കുന്ന സമയത്ത് ആ ചീരാമുളകും കൂടെ കൂട്ടിയിട്ട് കഴിക്കുമ്പോൾ നല്ല രസമാണ്. ഇതിപ്പം നേരത്തെ നെല്ലിക്ക വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ള ഒരു വെള്ളമല്ലേ, ആ ഒരു വെള്ളം അതാ ചൂടാറിയതിന് ശേഷം അതാണ് കേട്ടോ അതിലേക്ക് അങ്ങനെ ഒഴിച്ചെടുക്കണേ. ഇപ്പം എസൻസ് ചേർത്തെടുക്കുന്നുണ്ട്. ഇതിപ്പം ഇടുന്നേക്കാൾ വേഗത്തിൽ അങ്ങനെ തീരലുണ്ട്. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എടുത്ത് കഴിച്ച് നമ്മൾ ഇടുന്നേക്കാൾ വേഗത്തിൽ അങ്ങ് തീർന്നു കിട്ടും. ഇനിയിപ്പോൾ ഇതാ കല്ലുപ്പാണ് കേട്ടോ ചേർത്തെടുക്കണേ. എല്ലാം റെഡിയാക്കി സെറ്റാക്കി അതിൽ ഉപ്പൊക്കെ ഉണ്ടോയെന്ന് ഒന്നും കൂടെ ഒക്കെ ഒന്ന് നോക്കി കുറച്ചും കൂടെ എസൻസൊക്കെ ഒഴിച്ചെടുത്ത് അതങ്ങനെ സെറ്റാക്കി മാറ്റി വെക്കുകയാണ്. കുറച്ചും കൂടെ നെല്ലിക്ക ഉണ്ടായിട്ടുണ്ടായിട്ട് അത് വേറെ ചെറിയൊരു ബോട്ടിൽ നമുക്ക് വേഗത്തിൽ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ആക്കി വെച്ചതാണ്. കുറഞ്ഞ അളവിലും കൂടെ എസൻസ് അങ്ങനെ ചേർത്തെടുത്തിട്ടുണ്ടായിന്. ഉപ്പും കൂടെ കുറച്ച് ഇട്ടെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഐബുന് മുസമ്പി ഒന്ന് ജ്യൂസാക്കി കൊടുക്കാം കേട്ടോ. എനിക്ക് ഡ്രാഗൺ ഫ്രൂട്ട് ആക്കിയപ്പം വല്ലാണ്ട് അങ്ങ് പറ്റിയിട്ടൊന്നുമില്ലല്ലോ. അപ്പോൾ ഓന് അത് ഞാൻ ചെയ്യണ കാണാൻ വേണ്ടി ഓൻ തന്നെ സ്റ്റൂളൊക്കെ എടുത്തിട്ടുണ്ടോയെന്ന് അവിടെ കയറി ഇങ്ങനെ ഇരിക്കല. അവനക്കെല്ലാം ഇഷ്ടമായിട്ടോ അങ്ങനെ നമ്മൾ ചെയ്യുന്നതിൻ്റെ കൂടെ അങ്ങനെ ഇരുന്ന് ഓരോരോ കാര്യങ്ങൾ ഓനക്കിങ്ങനെ ഒറ്റയ്ക്ക് ചെയ്യണം കേട്ടോ. എല്ലാം ഓനക്കിങ്ങനെ ഒറ്റയ്ക്ക് ചെയ്യണം. നമ്മളെ കൂടെ തന്നെ ഇപ്പം ജ്യൂസൊക്കെ എടുക്കുകയാണെങ്കിൽ ഓനക്ക് തന്നെ മിക്സ് ചെയ്താക്കണം. അങ്ങനത്തെ ഒക്കെ ഓരോരോ പരിപാടികളായിട്ടുണ്ടാവുക. അങ്ങനെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ചെമ്മീനില്ലേ, അത് മസാലയൊക്കെ റെഡിയാക്കി കുറച്ച് ഇതേപോലെ ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ടായിന്. അടുപ്പത്തു നിന്നാകുമ്പോൾ നല്ലോണം നെരിഞ്ഞ് അങ്ങനെ വേഗത്തിൽ ഫ്രൈ ആയി കിട്ടുമല്ലോ. ബാക്കിയുള്ളത് ഇതേപോലെ അങ്ങനെ റോസ്റ്റ് പോലെ അങ്ങനെ റെഡിയാക്കി എടുക്കാം കേട്ടോ. വെളിച്ചെണ്ണയിൽ നമ്മൾ ആദ്യം തന്നെ ചെമ്മീനും ഇങ്ങനെ ഒന്ന് വേവിച്ചെടുക്കുക. കുറച്ച് മസാലകൾ മാത്രം ചേർത്തിട്ട് ഒന്നങ്ങനെ വേവിച്ചെടുക്കുക. എന്നിട്ട് ബാക്കിയുള്ള സവാളയും തക്കാളിയും ഒക്കെ ചേർത്തിട്ട് പിന്നെ അങ്ങനെ ആക്കാമെന്ന് കേട്ടോ വിചാരിക്കുന്നത്. തൊട്ടപ്പുറത്ത് നമ്മൾ ചെറുപയർ കറി ആക്കിയിട്ടുണ്ടായിന്. അപ്പം അത് ഒന്ന് വറവിട്ടെടുക്കാനുള്ള പരിപാടികളും പണികളൊക്കെ നടക്കുന്നുണ്ടായിന്. ചെമ്മീനൊക്കെ നല്ലോണം വെന്തപ്പം അതങ്ങനെ കോരി മാറ്റിയിട്ട് ആ ഒരു പാനിലേക്ക് തന്നെ കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ചെടുത്ത് അതിലേക്ക് നമ്മൾ സവാള ചേർത്തെടുക്കുക കേട്ടോ. ഒരു 1-1.5 സവാളയൊക്കെ എടുത്തിട്ടുള്ളതിന്.
നമ്മൾ മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട്. ഇതേപോലെ ചെറുതായിട്ട് അങ്ങനെ കൊത്തി അരിഞ്ഞെടുത്താൽ ഈ ഒരു മസാലയിൽ തന്നെ ആക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്തെടുക്കുന്നുണ്ട്. ഒരുപാട് അളവിലില്ല, എന്നാലും നമ്മളെ ടേസ്റ്റിനനുസരിച്ച് കുറഞ്ഞ അളവിൽ ഉപ്പ് അങ്ങനെ ചേർത്തെടുക്കുന്നുണ്ട്. ഇത് കുറച്ച് നേരം അങ്ങനെ അടച്ചൊക്കെ വെച്ച് സവാളയൊക്കെ നല്ലോണം വഴന്നൊക്കെ വന്നപ്പം ഇനിയിപ്പം ബാക്കിയുള്ള ഐറ്റംസൊക്കെ ഒന്ന് ചേർത്തെടുക്കുക. നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള തക്കാളിയും പച്ചമുളകും ഒക്കെ അങ്ങ് ചേർത്തെടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പെരുംജീരകം പേസ്റ്റാണ് കേട്ടോ ചേർത്തെടുക്കണേ. നമ്മൾ സാധാ രീതിയിൽ അങ്ങനെ കേട്ടോ ചേർക്കുന്നത്, കുറേ ഇൻഗ്രീഡിയൻസോ അങ്ങനെയൊന്നും ചേർത്തെടുക്കാതെ സാധാ ഒരു രീതിയിൽ തന്നെ കേട്ടോ റെഡിയാക്കി എടുത്തിട്ടുണ്ടതിന്. ഇപ്പോൾ അതിലേക്ക് കറിവേപ്പില അങ്ങ് ചേർത്തെടുക്കുന്നുണ്ട്. ഇനി കുറച്ച് സമയം എല്ലാം കൂടെ ഒന്ന് വഴന്ന് സെറ്റായി വരുന്നല്ലോ, ആ ഒരു സമയം വരെ ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക. കുറച്ച് നേരമൊക്കെ അടച്ച് വെച്ച് പിന്നെ തുറന്ന് നോക്കുമ്പം ഏകദേശം എല്ലാം സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇപ്പം അതിലേക്ക് മുളക് പൊടിയാണ് കേട്ടോ ചേർത്തെടുക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്തെടുക്കുന്നുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ അടുത്തതായിട്ട് ചേർക്കണേ. അതും അതേപോലെ തന്നെ 1.5 ടേബിൾ സ്പൂൺ അളവിൽ അതും കൂടെ ചേർത്തെടുക്കുന്നുണ്ട്. പിന്നെ കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഇനിയിപ്പം ഇതിലേക്ക് കുറഞ്ഞ അളവിൽ വെള്ളം കൂടെ ചേർത്തെടുക്കുന്നുണ്ട് കേട്ടോ. ഒരുപാടൊന്നും വേണ്ട, കുറഞ്ഞ അളവിൽ വെള്ളം കൂടെ ചേർത്ത് നമ്മളെ ഈ ചെമ്മീനും കൂടെ അങ്ങനെ ഇട്ടെടുക്കുക. ഏകദേശം ഇപ്പം തന്നെ മസാല കാര്യങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇത് ഒരു 1/4 കപ്പ് അളവിൽ അങ്ങനെ വെള്ളം ചേർത്തെടുക്കുന്നുണ്ട്. ഒരുപാടൊന്നുമില്ല, കുറഞ്ഞ അളവിൽ അങ്ങനെ ചേർത്തെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മളെ കയ്യിലുള്ള ഏകദേശം ഐറ്റംസും കാര്യങ്ങളൊക്കെ അങ്ങനെ ചേർത്തെടുത്ത് ചെമ്മീൻ റോസ്റ്റ് അവിടെ അടിപൊളിയായിട്ട് അങ്ങനെ റെഡി ആയിട്ടുണ്ടായിട്ടോ. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ടായിന്. അവസാനമായിട്ട് മുകളിൽ കുറച്ച് മല്ലിച്ചപ്പും കൂടെ അങ്ങനെ വിതറി കൊടുത്തിട്ടുണ്ട്. അപ്പം ഏകദേശം ഉച്ചക്കേക്കുള്ള കുക്കിങ്ങും കാര്യങ്ങളൊക്കെ അങ്ങ് അവസാനിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എല്ലാം കഴിഞ്ഞ് ഇവർ ഒന്ന് പുറത്ത് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കാം കേട്ടോ. അപ്പോൾ വെറുതെ ഇങ്ങനെ വീഡിയോ എടുത്താൽ. ഇന്നലെ നമ്മൾ ഇങ്ങനെ ഒരു കേക്ക് പോലെ റെഡിയാക്കിയിട്ടുണ്ടായിട്ടോ. കേക്ക് എന്നൊന്നും പറയത്തില്ല, ഓൻ്റെ ഒരു പൂതിക്ക് ഇങ്ങനെ ഒരു പുഡിങ് പോലെ ചെറുതായിട്ട് അങ്ങനെ റെഡിയാക്കി കൊടുക്കലുണ്ട്. ഓനക്കിങ്ങനെ ഭയങ്കര ഇഷ്ടമാണ്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എപ്പിറ്റോയി ഉണ്ടാക്കണം എന്നൊക്കെ പറയുമ്പം ഇതിലും ഇങ്ങനെ മിക്സിയിലും ഓൻ്റേതായ രീതിയിൽ നമ്മളെ കയ്യിലുള്ള ഐറ്റംസൊക്കെ വെച്ച് അങ്ങനെ റെഡിയാക്കി കൊടുക്കലുണ്ട്. അപ്പോൾ എനിക്കതിനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് നല്ലോണം കഴിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മളൊന്നും അങ്ങനെ തൊടാൻ സമ്മതിക്കില്ല. ഓൻ്റെത് എന്ന് പറഞ്ഞിട്ട് ഓൻ തന്നെ അങ്ങനെ കഴിക്കണം. അതിൻ്റെ ഇടയിൽ ഇപ്പോൾ വന്നപ്പം പോപ്കോൺ കൊണ്ടുവന്നിട്ടുണ്ടതിന്. അപ്പം ഇതിപ്പം ഓനത് കഴിക്കുന്നത് തിരക്കിലായതുകൊണ്ട് തന്നെ പോപ്കോണിനോട് വലിയൊരു താല്പര്യമില്ല കേട്ടോ. 1-2 പ്രാവശ്യം അങ്ങനെ കഴിച്ച് അത് വേഗം ദീദിക്ക് കൊടുക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെ അമ്ലുവിന് കൊടുത്തതിന്. അല്ലെങ്കിൽ ഓനക്കിനെ ഭയങ്കര ഇഷ്ടമാണ്. ഇതിപ്പം കേക്ക് തീർന്നു പോവുമോ, നമ്മളെങ്ങനെ തീർക്കുമോ എന്നൊക്കെ വിചാരിച്ചിട്ട് കുറച്ച് മാത്രം കേട്ടോ കഴിച്ചിട്ടുണ്ടതിന്. അപ്പം ഇത്രയൊക്കെയുള്ളൂ കേട്ടോ നമ്മളെ ഇന്നത്തെ വീഡിയോസ്, വിശേഷങ്ങളെ കാര്യങ്ങളൊക്കെ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നത്. ഇനി നമുക്ക് മറ്റൊരു വീഡിയോസോ വ്ളോഗ്സോ റെസിപ്പീസോ ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.